വയലിൻ ചൂസ് ചെയ്യാനുള്ള ഒരു കാരണം എന്താണ്? ചെറുപ്പത്തിൽ അത്രയും ഭയങ്കര ഇഷ്ടമായിരുന്നു വയലിൻ? വയലിൻ ആക്ച്വലി ഭാഗ്യവശാൽ വന്ന് പെട്ടൊരു ഇൻസ്ട്രുമെൻ്റാണ് എൻ്റെ ജീവിതത്തിലേക്ക്. ഞാൻ ആദ്യം പഠിക്കാൻ പോയത് കോങ്കോ ഡ്രം എന്ന് പറഞ്ഞ ട്രിപ്പിൾ ഡ്രം എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെൻ്റാണ്. കൈവച്ച് വായിക്കുന്ന 3, ഒരു ചെറുത്, അതിൻ്റെ വലുത്, അതിൻ്റെ വലുത്, അങ്ങനെ. അപ്പോൾ അത് പഠിക്കാൻ പോയിട്ട് അതിലുണ്ടായിരുന്ന അതിനെ പഠിപ്പിച്ചിരുന്ന ഒരു സുധീർ എന്ന് പറഞ്ഞ സാറ് എന്നെ ഇൻസ്ട്രുമെൻറ്റിലേക്ക് മാറ്റിയാണ്. എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷെ എൻ്റെ മനസ്സിലിങ്ങനെ വയലിൻ, ഞങ്ങളുടെ പള്ളിയിൽ വായിക്കുന്ന ഒരു ഹെറാൾഡ്, ഒരു ഫേമസ് ആയിട്ടുള്ളൊരു വയലിനിസ്റ്റ് ഉണ്ട് കേരളത്തിൽ തന്നെ, ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹം വായിക്കുന്നത് കണ്ട് ഞാൻ കൊയറിൽ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ട്, പക്ഷെ അത് പ്രാവർത്തികമാക്കിയത് ഈ സുധീർ സാറാണ്. അപ്പോൾ എന്നെ അങ്ങനെ ഇൻസ്ട്രുമെന്റ് ചേഞ്ച് ചെയ്ത് 2 വർഷം ഞാൻ ഈ കോങ്കോ ഡ്രം പഠിച്ചതിന് ശേഷമാണ് വയലിൻ പഠിക്കാൻ തുടങ്ങിയത്. കോങ്കോ ഡ്രം പഠിച്ചത് കൊണ്ട് നമുക്ക് ഈ താളം ആയിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ വളരെ ഈസി ആയിരുന്നു. പിന്നെ നൊട്ടേഷൻ എഴുതുമ്പോഴുള്ള വാല്യുവേഷൻ, അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ സൈറ്റ് റീഡിങ് എന്നൊക്കെ പറയുന്ന കുറേ, ഇപ്പോൾ ഒരു നോട്ട്സ് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് വായിക്കാൻ പറ്റുന്ന ഒരു, നമ്മൾ എത്ര സ്പീഡിലത് ആക്യുറേറ്റ് ആയിട്ട് വായിക്കുന്നു എന്നുള്ളതിലൊക്കെ ഇപ്പോഴത്തെ റെക്കോർഡിങ് കാലഘട്ടത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.